എനിക്കെല്ലാം അറിയാം. ഞാൻ പോവാ, എനിക്ക് ക്ലാസ്സിൽ പോണം. അയ്യോ, ഇതുകൂടി കൊണ്ടുപോയിക്കോ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. വേണ്ട. ഇത് നേരായ മാർഗത്തിലൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മേ. വളഞ്ഞ വഴിയിലൂടെ തന്നെ മാളുവിനെ സ്വന്തമാക്കണം. ആ വേലക്കാരി പെണ്ണും മഹിയും കൂടി കുഞ്ഞിന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചിരിക്കുക. അവളെ നമ്മളിൽ നിന്ന് അകറ്റാന് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ. എങ്ങനെ നമുക്ക് മാളുവിനെ സ്വന്തമാക്കണം? അതെ, അവള് വളരേണ്ടത് നമുക്കൊപ്പോ. നീ എന്തു വേണമെങ്കിൽ ചെയ്തോ, മാളൂനെ എനിക്ക് വേണം. അതെനിക്കറിയാം അമ്മേ. അമ്മ വാ. അത് ശരി, വീഴാൻ പോയപ്പോ പിടിച്ചത് തെറ്റായി പോയോ? എന്റെ കയ്യിന്ന് നീ എവിടം വരെ ഓടി രക്ഷപ്പെടും ഗംഗേ? ഈ രാഹുല് കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. ഹലോ ടീച്ചർ. ഹലോ മഹി സാർ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. പറഞ്ഞോളൂ ടീച്ചർ. ഇന്ന് മാളവികയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും മാളവികയുടെ ഗ്രാൻഡ് മദറും അങ്കിളും കാണാൻ വന്നിരുന്നു. അവർ കുറെ സമയം മാളവികയോട് സംസാരിച്ചിട്ടാ പോയത്. മാളുവിനെ മറ്റാരും സ്കൂളിൽ വന്ന് കാണാൻ അനുവദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവർ വന്നതും മാളുവിനെ കണ്ട് സംസാരിക്കുന്നതും അവർ പോകാൻ നേരത്താ ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് വലിയ കഷ്ടമാണ് ടീച്ചർ. എന്റെ മോളെ അവരെന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയാൽ ആര് സമാധാനം പറയും? സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഇനി ആരും സ്കൂളിൽ വന്ന് മാളുവിനെ കാണാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ശരി സാർ. അവരെന്തിനായിരിക്കും മാളുവിനെ സ്കൂളിൽ ചെന്ന് കണ്ടത്? എന്റെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരെന്തെങ്കിലും കള്ളക്കളികൾ നടത്തിയാൽ എല്ലാത്തിനും ഞാൻ മഹി
ഉത്തരവും മാളുവിന്റെ അടുത്ത് നടക്കില്ല. മാളു നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. പോരാത്തേന് നിന്നോടും ഗംഗയോടും നല്ല സ്നേഹവുമാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ അവര് കേസും കോടതിയുമായി കയറി ഇറങ്ങുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. മാളു നിങ്ങളുടെ അടുത്ത് സുരക്ഷിതയാണെന്ന് തെളിയിച്ചാലേ അവർക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ എനിക്കറിയാം എന്തിനാ. എന്നാലും മനസ്സിലെവിടെ ഒരു പേടിയുണ്ട്. അതിന്റെ കാരണം എനിക്കറിയില്ല. അത് മാളുവിനോടുള്ള നിന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് നിനക്ക് തോന്നുക. നീ ഒരുപാട് സ്നേഹിച്ച ഗൗരിയെ നിനക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ വേദന നിന്റെ ഉള്ളിൽ അണയാതെ കിടപ്പുണ്ട്. ആ വേദന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയി പ്രതിഫലിക്കുന്നതാണ് നിന്റെ ടെൻഷൻ. അതിലൊരാവശ്യമില്ല. നീ സമാധാനമായിട്ടിരിക്കുക. മാളുവിനെ ആരും നിന്റെ അടുത്തൊന്നും കൊണ്ടുപോയില്ല. ഇവിടെ നല്ല വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഗംഗ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മെഷീനിലിടാൻ പറ്റാത്ത തുണികളുണ്ട്, അതായത്. ശരിയാ, നല്ല പുതിയ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടാലേ അത് ചീത്തയായി പോവും. എന്റെ ഈ ഡ്രസ് അതുപോലത്തെ ഇതൊന്ന് അലക്കി തരൂ. അതെന്തിനാ ഇപ്പൊ അലക്കുന്നത്? അത് രാവിലെ ഇട്ടിരിക്കുകയല്ലേ? ഞാൻ അലക്കിയ ശരിയാവില്ല. ഗംഗയുടെ സോഫ്റ്റ് കൈവച്ച് പതുക്കെ അലക്കുമ്പോ ഷർട്ടിനെങ്കിലും സന്തോഷമാവുമല്ലോ. ഇത് പെട്ടെന്ന് അങ്ങനെ അലക്കാനൊന്നും പറ്റില്ല. 1 മണിക്കൂർ സോപ്പ് പൊടിയിലിട്ട് മുക്കി വെക്കണം. അത് സാരമില്ല, ഗംഗ വെറുതെ ഒന്ന് അലക്കിക്കോ. വെറുതെ എന്തിനാ അലക്കുന്നത്? രാഹുലേട്ടൻ കുളിക്കുന്നതിന് മുൻപ് 1 മണിക്കൂർ സോപ്പ് പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തനിയെ കഴുകിയിട്ടാ മതി. എന്നാ ഇപ്പോ ഗംഗയ്ക്ക് അലക്കാൻ പറ്റിയ വേറൊരു ഡ്രസ്സ് ഞാൻ എടുത്തോണ്ട് വരാം. ഗംഗനെ വിളിച്ചോ? ഇല്ല. ഞാൻ വേഗം വരാം. ഗംഗ പോവല്ലേ? എന്റെ ശ്രീ മഹേശ്വര, രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്ന നല്ലത്.
നിന്നെ എങ്ങനെ വളയ്ക്കണമെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിലേക്ക് നീ പോലും അറിയാതെ നീ എത്തും ഗംഗേ. രാഹുലേട്ടന്റെ ശല്യം തീർന്നു എന്ന് കരുതിയതാ, പിന്നെയും തുടങ്ങിയില്ലോ. എന്തൊരു കഷ്ടായത്. ഗംഗേ, ചേച്ചി എന്തുപറ്റി? ഇന്നാകെ ഒരു വല്ലായ്മയാണല്ലോ. ഇതെന്താ, ദേഷ്യാണോ അതോ സങ്കടാണോ? എന്താ പറ്റിയേ? എന്റെ ഈ സങ്കടം ആരോടും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ചേച്ചി വന്നത് നന്നായി. എനിക്ക് എല്ലാം മനസ്സ് തുറന്ന് പറയാനെങ്കിലും പറ്റുമല്ലോ. അതിനെന്താ, പറയാലോ. ഇപ്പൊ എന്താ പറ്റിയേ? ആ രാഹുലേട്ടനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി ചേച്ചി. നോട്ടവും സംസാരവും പെരുമാറ്റവും എല്ലാം മറ്റൊരു രീതിയിലാണ്. മഹേട്ടനെ വിവാഹം കഴിച്ചതിന് ശേഷം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോ വീണ്ടും തുടങ്ങിയിരിക്കാം. എനിക്ക് മനസ്സിലായി. രാഹുൽ ഇതിനു മുൻപ് പലപ്പോഴും ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച് ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിയതല്ലേ? അത്രയൊക്കെ കിട്ടിയിട്ടും അവന് മതിയായില്ല അല്ലേ? അതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? അന്നെല്ലാം നിന്നെ രക്ഷിച്ചത് ഞാനായിരുന്നു. അന്നെല്ലാം ചേച്ചിയായിരുന്നു രക്ഷിച്ചത്. അതെ, ഞാൻ കരുതിയിരുന്നത് ശ്രീ മഹേശ്വരനെ എന്നെ രക്ഷിച്ചെന്നാ. ശരിക്കും അത് അങ്ങനെയല്ലേ? ശ്രീ മഹേശ്വരൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. എന്നെ കൃത്യസമയത്ത് എത്തിച്ച് ഗംഗയെ രക്ഷിക്കാനുള്ള പ്രാപ്തി തന്നതും അത് ചെയ്യിപ്പിച്ചതും എല്ലാം ഭഗവാൻ തന്നെയാ. സമാധാനായി. അയാൾ ഉപദ്രവിക്കാൻ വന്നാലും എന്നെ രക്ഷിക്കാൻ ചേച്ചിയുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കരുത് ഗംഗെ. ആർക്കും ഒരാളെയും എല്ലാ കാലവും രക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല. അതിന് നമ്മൾ സ്വയം പ്രാപ്തരാവണം. നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അവരെ ഭയക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും. അവർ വീണ്ടും വീണ്ടും അതിന് ശ്രമിക്കും. അവർക്ക് ശക്തി കൂടുതലല്ലേ ചേച്ചി? നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മള് എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ചിന്തയിൽ തന്നെ നീ തോറ്റുപോകും ഗംഗെ. ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോലും ഇത്തരം ചിന്തകൾ മനസ്സിലുള്ളപ്പോൾ സാധിക്കില്ല. മറ്റുള്ളവർക്ക് ഇരകളാവാൻ നിൽക്കാതെ പ്രതികരിക്കേണ്ടവരാ നമ്മൾ സ്ത്രീകൾ. ഒരിക്കൽ നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർ നമ്മുടെ മുന്നിൽ വരാൻ പോലും ഭയക്കും. ഒരു ആനയെ
ചിരിക്കാൻ ഉറുമ്പിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടൊരു ആണിനെ ചേർക്കാൻ നമുക്ക് പറ്റുന്നില്ല? ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല. നീ സ്വയം രക്ഷപ്പെടണം. നിന്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. പ്രതികരിക്കണം. ശ്രീ മഹേശ്വരന്റെ ഭാര്യയായ പാർവതി ദേവിയെ അസുരന്മാർ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ശ്രീ മഹേശ്വരൻ രക്ഷിക്കാൻ വന്ന കഥ കേട്ടിട്ടില്ലേ? അന്ന് തന്നെ രക്ഷിക്കാൻ വരാത്തത് എന്താണെന്ന് ഭഗവാനോട് ദേവി ചോദിച്ചപ്പോൾ ശ്രീ മഹേശ്വരൻ പറഞ്ഞ മറുപടി, ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ കഴിവുള്ള നിന്നെ കേവലം ഒരു അസുരനിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എന്തിനു വരണമെന്നാണ്. ആ വാക്കിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞ ദേവി മഹാകാളിയായി അസുരന്മാരെ എല്ലാം കൊന്നൊടുക്കി. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിയണം ഗംഗേ. എപ്പോഴും ശത്രുവിനെ ജയിക്കാൻ ശക്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബുദ്ധി കൊണ്ടും ജയിക്കാം. ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഇനി പ്രതികരിച്ചോളാം. മിടുക്കി. എന്നാ ഗംഗയുടെ ജോലികൾ നടക്കട്ടെ, ഞാൻ പിന്നെ വരാം. ശരി. പിടിക്ക്. വിട്, വിട്. ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ പേടിച്ചുപോയി. അയ്യോ, ശരിക്കും പേടിച്ചോ? ഞാൻ വെറുതെ തമാശക്ക് ചെയ്തേല്ലേ. ഇങ്ങ് വാ, ഞാൻ ഉമ്മ തരാം. അപ്പൊ പേടിയൊക്കെ മാറിക്കോളും. ഉമ്മ. ഇപ്പൊ ശരിയായില്ലേ? മാളൂട്ടിക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഞാൻ പോയി എടുത്തോണ്ട് വരാം. മുത്തശ്ശി ഉണ്ടാക്കുന്ന പോലെ നെയ്യപ്പം ഉണ്ടാക്കാൻ ഗംഗയ്ക്ക് അറിയോ? അറിയാലോ. എന്നാ എനിക്ക് അത് ഉണ്ടാക്കി തരോ? തരാം. മാളൂട്ടി ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നെയ്യപ്പം റെഡി ആയിരിക്കും. പോരെ? മതി. എന്നാലേ പോയി കുളിച്ചിട്ട് വാ. ഓക്കെ. എന്താ രാഹുലേട്ടാ? ഗംഗ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാ? ഞാൻ മാളൂന് നെയ്യപ്പം ഉണ്ടാക്കുന്നു. കൊള്ളാലോ. ഞാനൊന്ന് എടുക്കുകയാണേ.
കൊള്ളാലോ. നല്ല രുചിയുണ്ട് കേട്ടോ. കടയിൽ നിന്നും വാങ്ങിയാലേ ഇതിനെ ഈ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അവരെ ഭയക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും.